ഗുഡ് മോർണിംഗ്. ക്രേസി കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നല്ലോ അല്ലെ? അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോയില് നമ്മള് കഴിഞ്ഞ ദിവസം ലോ ഓഫ് അട്രാക്ഷന്റെ എന്തുകൊണ്ടാണ് മാനിഫെസ്റ്റേഷൻ നടക്കാത്തതിന് ചില കാരണങ്ങൾ നമ്മൾ അറിഞ്ഞോ അറിയാതെ വരുത്തുന്ന ചില മിസ്റ്റേക്സ് ഒക്കെ അതിനകത്ത് പറഞ്ഞിരുന്നു അല്ലെ? അപ്പൊ അതിൽ ഏറ്റവും ആദ്യം പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു സെൽഫ് ഹീലിംഗ് എന്നുള്ളത്. അപ്പോ കുറച്ചു പേര് അതൊന്ന് പറഞ്ഞു തരുമോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസുകളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ജാനുവരി 1 തുടങ്ങിയായിരുന്നു ഈ വർഷം. അപ്പോ അതിനു മുമ്പായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു 21 ദിവസങ്ങൾക്ക് മുമ്പേ നമ്മൾ അതിന്റെ തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതിനെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 3 വീഡിയോ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, നമ്മൾ ആ ഒരു തയ്യാറെടുപ്പ് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു തയ്യാറെടുപ്പ് നടത്തിയതിനു ശേഷം നമ്മൾ ഈ ഒരു പ്രാക്ടീസുകളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടാനായിട്ട് എളുപ്പമായിരിക്കും. ഇല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഡിലേ ആവുകയോ അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് അതിനകത്ത് ലഭിക്കാതെ പോവുകയോ ഒക്കെ ചെയ്യാം. ഇത് മറ്റൊന്നുമല്ല, ഒരു എനർജി ഫോഴ്സ് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അല്ലെ? അതായത് നമ്മുടെ പ്രപഞ്ചം എന്ന് പറയുന്നതും എനർജിയാണ്. നമ്മുടെ മനുഷ്യ ശരീരത്തിലുള്ള എനർജി ആ പ്രപഞ്ചത്തിലുള്ള എനർജിയുമായിട്ട് അലൈൻ ചെയ്ത് നിൽക്കുമ്പോഴാണ് എനർജിക്ക് മാച്ചായിട്ട് തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്. അത് പോസിറ്റീവ് ആയിട്ടുള്ളതാണെങ്കിൽ നമുക്ക് വരണതും പോസിറ്റീവ് ആയിട്ടുള്ളതായിരിക്കും, നെഗറ്റീവ് ആണെങ്കിൽ അങ്ങനെയും. അപ്പൊ അതിന് കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ടോപ്പിക് ഇതാണ്, എന്താണ് സെൽഫ് ഹീലിംഗ് എന്നുള്ളത് പറയാം. ഹീല് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖപ്പെടുത്തുക, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. സൗഖ്യമാക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ മനസ്സാകാം, ശരീരമാകാം. ഇപ്പൊ ശരീരത്തിന് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള സുഖമില്ലായ്മ, ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ശരീരത്തിന് ഒരു മുറിവോ വേദനയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു ഡോക്ടറുടെ സഹായത്തോടു കൂടി അല്ലെ ഡോക്ടറെ പോയി കാണും. ചിലർക്ക് ഡോക്ടറെ കാണുമ്പോൾ തന്നെ അവരുടെ സംസാരം കൊണ്ട് തന്നെ സുഖപ്പെടുന്നതുണ്ട്. ചിലത് നമ്മൾ എന്താ ചെയ്യുക, അവര് കുറിച്ച് തരുന്ന മരുന്ന് കാര്യങ്ങൾ നമ്മൾ പുരട്ടുകയോ അകത്തേക്ക് കഴിക്കുകയോ ചെയ്ത് നമ്മളത് ഭേദപ്പെടുത്തും. ഇത് മനസ്സിനാണ് ഈ സുഖമില്ലായ്മ വരുന്നത് എങ്കിലോ, മനസ്സിന് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകള് നമുക്ക് പറയാൻ അറിയില്ല, പക്ഷെ എന്തൊക്കെയോ ഒരു അസ്വസ്ഥതകൾ ഉണ്ട് മനസ്സിന് ഏറ്റിട്ടുള്ള എന്തെങ്കിലും മുറിവുകള് കാര്യങ്ങള് ചെറുപ്പം തുടങ്ങി നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടുള്ള ഏതെങ്കിലും തരത്തിൽ നമ്മളെ വിഷമിപ്പിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, അത് കാലം മായ്ക്കുമെന്ന് പറയും. കാലം മായ്ക്കും നമ്മുടെ ഓർമ്മകളെ. പക്ഷെ അത് സബ് കോൺഷ്യസ് മൈൻഡിന്റെ അടിത്തട്ടിൽ അത് അങ്ങനെ തന്നെ കിടക്കുന്നുണ്ടാവും. അപ്പോ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇങ്ങനെ ഒരു എനർജി, ലോ ആയിട്ടുള്ള ഒരു എനർജി കിടക്കുമ്പോ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം, ഒരു പോസിറ്റീവ് എനർജി കൊടുക്കാൻ നേരത്ത് ഈ നെഗറ്റീവ് എനർജി അങ്ങോട്ട് അതിനെ ഒരു മർദ്ദം പോലെ പ്രഷർ ചെയ്ത് അത് പുറത്തേക്ക് വരും. അപ്പൊ ഇത് തമ്മിൽ ഒരു മാച്ച് ആവാതെ, അതുകൊണ്ടാണ് പലരും പല പ്രാക്ടീസുകളും ചെയ്യുമ്പോൾ ആ ഫീലിംഗ് കൊടുക്കാൻ പറ്റുന്നില്ല. അതുവരെ ഓക്കെയാണ്. നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ മനസ്സിൽ നിന്ന് അതിനെ നമ്മളൊന്ന് പിടിച്ച് പുറകോട്ട് വലിക്കുന്നതായിട്ടുള്ള ഒരു ശക്തിയും കൂടെ, പോസിറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് എനർജിയും ഉണ്ട് അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ മുമ്പോട്ട് കുതിക്കാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മളെ പിന്നിൽ നിന്ന് വലിക്കുന്ന ഒരു ശക്തിയും കൂടെ ഉണ്ട് എന്ന് തിരിച്ചറിയുക. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ മനസ്സിനെ സുഖപ്പെടുത്തണം ആദ്യം തന്നെ. ഈ മനസ്സിനെ സുഖപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനായിട്ടുള്ള സഹായങ്ങളാണ് കൗൺസിലേഴ്സ് ഉണ്ട്, സൈക്കോളജിസ്റ്റ് ഒക്കെ ചെയ്യുന്നത് അത് തന്നെയാണ് അല്ലെ? നമ്മുടെ മനസ്സിന്റെ പ്രശ്നങ്ങളെ പരിഹരിച്ചു കൊടുക്കുന്നവര്. ഇത് സെൽഫ് ഹീലിംഗ് ആണ്. നമുക്ക് ഇവരുടെ ആരുടെയും സഹായം കൂടാതെ നമുക്ക് തന്നെ ഒരു കൗൺസിലർ ആയിട്ട് നിന്നുകൊണ്ട് എന്ത് ചെയ്യാം? നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സുഖപ്പെടുത്താവുന്നതേ ഉള്ളൂ. എങ്ങനെയാണ്? ആദ്യം ആ ഒരു വീഡിയോ ഞാൻ അതിന്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അതായത് നമുക്ക് ഓർമ്മ വെച്ച കാലം തുടങ്ങി നമ്മുടെ മനസ്സിലേക്ക് നിരന്തരമായിട്ട് ആരെങ്കിലും, ഇപ്പൊ ചിലര് പറയില്ലേ ഇവനെ കൊണ്ടൊക്കെ എന്തിനു കൊള്ളാം, ഒരു വാഹനം ഓടിക്കുന്ന ഒരു കാര്യത്തിലാണെങ്കിൽ പോലും ഇവനൊന്നും അത് സാധിക്കൊന്നുമില്ല കേട്ടോ, ഇത് ചുമ്മാ പേടിത്തോണ്ടരാ, അതൊന്നും പറ്റുന്ന കാര്യമൊന്നുമില്ല, അതൊന്നും വേണ്ട. അതുപോലെ നീന്തൽ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുട്ടികൾ വെള്ളത്തിൽ ഇറങ്ങുമ്പോഴത്തേക്ക് വേണ്ട ഇത്ര പേര് ഇത്ര അപകടത്തിൽപ്പെട്ട് എങ്ങനെയൊക്കെയാണ്, അതൊന്നും വേണ്ട, പുഴയിലും കുളത്തിലും ഒന്നും നമ്മൾ ഇറങ്ങാനേ പാടില്ല. അപ്പൊ അങ്ങനെ ഒരു മെസ്സേജാ കൊടുക്കുന്നത്. നേരെ മറിച്ച് ഇറങ്ങാൻ പാടില്ല എന്നുള്ളതല്ല അവിടെ പറയേണ്ടത്, അതിലുള്ള അപകട സാധ്യതകൾ മനസ്സിലാക്കിയിരിക്കണം. എന്നാൽ നീന്തൽ എന്ന് പറയുന്നത് അറിയേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യവുമാണ് അല്ലെ?
അപ്പോ ഞാനിത് ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അതുപോലെ പരീക്ഷാ പേടി, ഈ പരീക്ഷാ പേടി ഉണ്ടാക്കിയെടുക്കുന്നതും കുട്ടികളിലെ പേരൻസ് തന്നെയായിരിക്കും. ഇന്ന സബ്ജക്റ്റിന് തോറ്റിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ കാണിച്ചു തരാം, അതാണ് ഇതാണ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഭീകരമായിട്ട് അധ്യാപകരും രക്ഷിതാക്കളും കൂടെ ഒരു പരിധി വരെ അതിനകത്ത് അവർക്കും പങ്കുണ്ട്. കുട്ടികളെ പ്രഷർ ചെയ്യിച്ച് ഒരു സബ്ജക്റ്റിനോട് പേടി തോന്നിപ്പിക്കുന്നതിലൊക്കെ കാലക്രമേണ ആ സബ്ജക്റ്റിനോട് ആ കുട്ടികൾ വെറുപ്പ് കാണിക്കുകയും അല്ലെങ്കിൽ അതിനെ ഭയപ്പാടോടുകൂടി സമീപിക്കുകയും ഒക്കെ ചെയ്യുന്നത്. പറയുമ്പോ എന്താ എല്ലാം അതൊക്കെ ചെറുപ്പത്തിലെ കാര്യമല്ലേ, അതൊക്കെ ഇപ്പോഴും മനസ്സിലിട്ട് നടക്കേണ്ട ആവശ്യമുണ്ടോ, അതൊക്കെ മറക്കുക എന്ന് നമ്മൾ പറയും. പക്ഷെ ആ ചെറുപ്പം തുടങ്ങി നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ എന്തൊക്കെയാണോ ചുറ്റുവട്ടത്ത് നിന്നും കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ അത് സബ് കോൺഷ്യസ് മൈൻഡിൽ അങ്ങനെ കിടക്കും. അത് ആ കുട്ടിയുടെ ഭാവിയെ നിർണ്ണയിക്കുന്ന വളരെ വലിയൊരു കാര്യമായിരിക്കും. ഒരാളുടെ കോൺഫിഡൻസ് ലെവലിനെ, അവരുടെ ജോലി, അവരുടെ പെരുമാറ്റം, അവരുടെ സ്വഭാവം, ഇതിനെയെല്ലാം മാറ്റപ്പെടുത്താനായിട്ട് ആ ഒരു കാര്യങ്ങൾ കാരണമാകും. ചിലര് വിവാഹ ജീവിതം പോലും വേണ്ട എന്ന് വെക്കുന്നതിന്റെ പിന്നിലും ചെറുപ്പത്തിൽ അവർക്ക് വന്നിട്ടുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇതിനെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം എന്നുള്ളത് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുക. ഇതിനെ മാറ്റിയെടുക്കാനായിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം, ഞാൻ 2 കാര്യങ്ങളെ പറയുന്നുള്ളൂ, വേറെ ഒന്നും വേണ്ട. അത് കഴിഞ്ഞിട്ട് മതി നിങ്ങൾ എന്ത് ലോ ഓഫ് അട്രാക്ഷന്റെ പ്രാക്ടീസ് ഇനി തുടങ്ങി ചെയ്യാനായിട്ടും. അതായത് ഒരു ദിവസം രാത്രി നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ സ്വസ്ഥമായിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കുക. ഒരു പേനയും പേപ്പറും, അല്ലെങ്കിൽ ബുക്ക്, പേപ്പറാണ് നല്ലത്, എടുക്കുക. അതില് നിങ്ങളുടെ മനസ്സിൽ അന്നത്തെ ദിവസം വന്നിട്ടുള്ളതോ, അല്ലെങ്കിൽ ഇതുവരെ ചെയ്യാത്തവരാണെങ്കിൽ ഞാൻ ആ വീഡിയോയിൽ പറയുന്ന പ്രകാരം ചെയ്യുക, അതിന് ഞാൻ ഇവിടെ വീണ്ടും ആവർത്തിക്കുന്നില്ല കേട്ടോ. അപ്പോ അതേപോലെ നിങ്ങളുടെ മനസ്സിലേക്ക് ആരൊക്കെ ഏതൊക്കെ തരത്തിലുള്ള നെഗറ്റിവിറ്റി നിങ്ങളിലേക്ക് തന്നിട്ടുണ്ടോ അവരെ ഒക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരുടെ പേരെഴുതി അവരോട് അവർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾക്കിപ്പോൾ അവരോട് പറയാനുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ പ്രകടമാക്കുക ആ ഒരു പേപ്പറിൽ. അത് ദേഷ്യമാണെങ്കിൽ ദേഷ്യം, സങ്കടമാണെങ്കിൽ സങ്കടം, സ്നേഹമാണെങ്കിൽ സ്നേഹം, എന്താണോ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ തോന്നുന്നത് അവരോട് പറയാൻ, അത് മുഴുവൻ എഴുതി പ്രകടമാക്കിയതിനു ശേഷം കണ്ണുകൾ അടച്ച് ആ വ്യക്തിയുടെ രൂപം മനസ്സിൽ കൊണ്ടുവന്നിട്ട്, ഇപ്പോൾ എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു, ഇനി നിങ്ങളോട് എനിക്ക് യാതൊരു പരിഭവവുമില്ല, നിരുപാധികം നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ആ പേപ്പർ കത്തിച്ചു കളയുക. അത് കത്തിച്ച് ചാരമാക്കണം. എന്തുകൊണ്ടാണ് അത് കത്തിച്ച് കളയണമെന്ന് പറയുന്നത്? അഗ്നി എന്ന് പറയുന്നത്, തീ, ഫയർ എന്ന് പറയുന്നത് നെഗറ്റിവിറ്റിയെ റിമൂവ് ചെയ്യുന്നതിനുള്ള ഒരു ടൂളാണ്. തീ എന്ന് പറയുന്നത് നെഗറ്റിവിറ്റി. അതുകൊണ്ടാണ് ഇപ്പൊ ഈ കർപ്പൂരം ഒഴിയുന്നത് അല്ലെങ്കിൽ ചന്ദനത്തിരി കത്തിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ള നെഗറ്റിവിറ്റിയെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ആ പോസിറ്റിവിറ്റി, നമ്മൾ അതിങ്ങനെ കർപ്പൂരമൊക്കെ ഒഴിഞ്ഞിട്ട് നമ്മൾ അതിങ്ങനെ ശ്വസിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ വായു, അതായത് നമ്മുടെ ശരീരത്തിലേക്ക് കടന്നിട്ടുള്ള നെഗറ്റിവിറ്റി എല്ലാം അത് അതിലൂടെ റിമൂവ് ചെയ്യപ്പെടുമെന്ന ഒരു വിശ്വാസമാണ്. അപ്പൊ തീ എന്ന് പറയുന്നത് നെഗറ്റിവിറ്റിയെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ ആ നെഗറ്റിവിറ്റിയാണ് നമ്മൾ ആ പേപ്പറിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഫിസിക്കൽ ഫോമിലുള്ള നെഗറ്റീവ് എനർജിയാണ് ആ പേപ്പറിലേക്ക് നമ്മൾ എഴുതി നിറച്ചത്. എവിടെ നിന്ന്? നമ്മുടെ മനസ്സിൽ നിന്ന് വന്ന എല്ലാ നെഗറ്റിവിറ്റിയെയും ആ പീസ് ഓഫ് പേപ്പറിലേക്ക് എഴുതി ആ നെഗറ്റിവിറ്റിയെ നമ്മൾ ജസ്റ്റ് എന്താ ചെയ്യുന്നു? കത്തിച്ച് ചാരമാക്കുന്നു. ആ ചാരം നമ്മൾ അന്തരീക്ഷത്തിലേക്കോ അല്ലെങ്കിൽ നമ്മളിപ്പോ ഒഴുകുന്ന വെള്ളം എന്ന് വെച്ചാൽ ഇപ്പൊ രാത്രിയിൽ നമുക്ക് വേറെങ്ങും പോകാനില്ല, അപ്പൊ ടാപ്പ് തുറന്ന് ആ വെള്ളം നമ്മൾ അത് ഒഴുക്കി കളയുകയോ ചെയ്യുക. അത് ചെയ്തതിന് ശേഷം നിങ്ങൾ കണ്ണുകൾ അടച്ച് കിടക്കുകയോ അല്ലെങ്കിൽ ഇരുന്നു കൊണ്ട് ഹോപ്പനോപ്പനോ പ്രയർ, ഇത് നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. ഞാൻ നാളിതുവരേക്കും, ഇപ്പൊ നിങ്ങൾക്ക് എത്ര വയസ്സായോ, ഈ വയസ്സ് വരേക്കും നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഐ ആം സോറി. മനസ്സുകൊണ്ട്, എനിക്ക് തന്നെ അറിയില്ല ഞാൻ അറിഞ്ഞോ അറിയാതെയോ ഞാൻ ആരെയൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ട്, ഞാൻ എന്തെല്ലാം തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അതിനെല്ലാം സോറി. പ്ലീസ് ഫോർഗീവ് മീ, എന്നോട് ക്ഷമിച്ചാലും. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, എന്നോട് ക്ഷമിച്ചതിനും ഇനി തുടങ്ങി ഞാനെന്ന് പറയുന്ന ഒരു പുതിയ വ്യക്തിയെ ആക്കി മാറ്റിയതിനും താങ്ക് യു, ഐ ലവ് യു. അപ്പൊ ഈ ഒരു പ്രയർ ചൊല്ലി നിങ്ങൾ കിടന്നുറങ്ങുക. ഇത് ഒരു ദിവസം ചെയ്യേണ്ട കാര്യമല്ല. ഈ പേപ്പറിൽ എഴുതി കത്തിക്കുന്ന പ്രോസസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെ നിങ്ങളിൽ ഒരു മാറ്റം തോന്നുന്നവരെ, അതായത് നിങ്ങൾക്ക് തന്നെ തോന്നും എന്തൊക്കെയോ ഒരു മാറ്റം എനിക്ക് വരണുണ്ടല്ലോ, ഞാൻ എന്തൊക്കെയോ കുറച്ച് എനിക്കൊരു പോസിറ്റിവിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നു, എന്റെ മനസ്സ് കുറച്ച് കാം ആയതുപോലെ തോന്നുന്നു, എന്തൊക്കെയോ ഒരു ഭാരം കുറച്ച് കുറഞ്ഞ പോലെ തോന്നുന്നു, ഇങ്ങനെ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാൻ തുടങ്ങും.
അതുവരേക്ക് നിങ്ങൾ ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. ഇതാണ് രാത്രിയിൽ ചെയ്യേണ്ട കാര്യം. നിങ്ങൾ അല്ലാതെ വേറെ ഒരു 555 മെത്തേഡും എടുക്കണ്ട. ഇപ്പൊ ഉടനെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് യാതൊന്നും നിങ്ങൾ ചെയ്യേണ്ടതില്ല. ഞാൻ ഈ പറയുന്നത് മാനിഫെസ്റ്റ് ചെയ്തിട്ടില്ല, എനിക്ക് റെഡി ആയിട്ടില്ല, എനിക്കിത് വർക്ക് ആകുന്നില്ല എന്ന് വിചാരിക്കുന്നവർ ആദ്യം വർക്ക് ആകുന്നില്ല എന്ന ചിന്താഗതി മാറ്റുക. എന്തുകൊണ്ട് വർക്ക് ആകുന്നില്ല? നമുക്ക് കാരണം കണ്ടെത്താം, അത് പരിഹരിക്കാം. ഇപ്പൊ മുടി കൊഴിച്ചിലുണ്ടെന്ന് കരുതിക്കൊണ്ട് എല്ലാവരും മാറി മാറി ഓരോ ഓയില്, ചിലര് പരസ്യം കാണുമ്പോൾ ആ ഓയില് നല്ലതാണ്, കുറെ പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, അതെടുത്ത് തേക്കും. വീണ്ടും മുടി പൊഴിച്ചിലിന് മാറ്റമൊന്നുമില്ല. 2 ആഴ്ച കഴിയുമ്പോൾ വേറൊരാള് വേറെ ഓയില് പറയണ കേട്ടിട്ട് അത് തേക്കും, അല്ലെ? ഇതൊന്നും റിസൾട്ട് കിട്ടുന്നില്ല. ഇതിനൊരു മൂല കാരണം എന്ന് പറയുന്നത് ചിലപ്പോൾ ഉണ്ടാവും. ചിലപ്പോൾ താരനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ HB കുറവായതായിരിക്കാം, തൈറോയിഡ് ആയിരിക്കാം. ആ റീസൺ കണ്ടെത്തി പരിഹരിച്ചിട്ട് ആ ഓയിൽ തേച്ചിട്ടല്ലേ കാര്യമുള്ളൂ. പക്ഷെ എല്ലാരും എന്താ ചെയ്യുന്നത്? ഓയിലിനെ കുറ്റം പറയും. ആ ഓയിലൊന്നും ഒരു ഗുണവും ഇല്ല, അതൊന്നും എനിക്ക് വർക്ക് ആവുന്നില്ല. അപ്പൊ എനിക്ക് വർക്ക് ആവുന്നില്ല എന്ന് പറയുമ്പോൾ ഓർത്തുകൊള്ളുക, അത് എന്റെ മാത്രമാണ് പ്രശ്നം, അല്ലാതെ ഓയിലിന്റെയോ ടെക്നിക്കുകളുടെയോ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക ആദ്യം തന്നെ. എന്നിട്ട് നമുക്കത് പരിഹരിക്കാം. അപ്പൊ ഉറപ്പായിട്ടും നമ്മളിലേക്ക് അത് എത്തിച്ചേരും. അപ്പൊ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ രാത്രിയിൽ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. സെൽഫ് ഹീലിങ്ങിനായിട്ട് നിങ്ങളുടെ മനസ്സിലെ നെഗറ്റിവിറ്റിയെ ഒരു പേപ്പറിലേക്ക്, അതായത് എന്താ പറയാ, നമ്മുടെ ഇന്നർ ഫോമിലുള്ളതിനെ ഒരു ഫിസിക്കൽ ഫോമിലേക്ക് കൊണ്ടുവന്നിട്ട് അത് കത്തിച്ചു കളയുക. ഇനി രണ്ടാമത് ഹോപ്പനോപ്പനോ പ്രയർ ചൊല്ലി കിടന്നുറങ്ങുക. ഇനി എല്ലാ ദിവസവും രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യണം. വേറൊന്നും ചെയ്യണ്ട, മെഡിറ്റേഷൻ. ആ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് അഫർമേഷൻ പറഞ്ഞുകൊണ്ടുള്ള മെഡിറ്റേഷനോ സെൽഫ് ലവ് മെഡിറ്റേഷനോ നിങ്ങൾക്ക് ചെയ്യാം. ഈ 2 തരത്തിലുള്ള മെഡിറ്റേഷൻ ചെയ്യാം. അഫർമേഷൻ പറഞ്ഞുകൊണ്ടുള്ള മെഡിറ്റേഷൻ എങ്ങനെയാന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ കണ്ണുകൾ അടച്ച് സ്വസ്ഥമായൊരു രീതിയിൽ ഇരുന്ന് നട്ടെല്ലൊക്കെ നിവർത്തി നമ്മളിരിക്കും. നട്ടെല്ല് നിവർത്തിയിരിക്കുന്ന എന്തിനാ? ആ എനർജി ഫ്ലോയ്ക്ക് വേണ്ടിയിട്ടാണ്, എനർജി ശരിയായ രീതിയിൽ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഫോക്കസ് ചെയ്ത് മനസ്സിലെ ചിന്തകളെ പിടിച്ചു നിർത്തുന്ന ഒരു രീതിയാണ്. പക്ഷെ ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് 100,000 ചിന്തകൾ വരും. കാരണം മനസ്സ് എന്താ പറയുക, ഇങ്ങനെ തിരയടിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോ ഒരുപാട് ചിന്തകൾ വരുമ്പോ എന്താ ചെയ്യാന്ന് വെച്ചാല്, അഫർമേഷൻ ഉരുവിട്ടുകൊണ്ടിരിക്കുക മനസ്സിൽ. അതായത്, ഞാൻ വളരെ ആത്മവിശ്വാസമുള്ളവളാണ്, എന്റെ കഴിവുകളിൽ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പുതിയൊരു വ്യക്തിയായി മാറിക്കൊണ്ടിരിക്കുന്നു, ഇനി തുടങ്ങിയ ആഗ്രഹങ്ങൾ എന്നിലേക്ക് വളരെ ഈസിയായി വന്നുകൊണ്ടേയിരിക്കുന്നു, ഇപ്പോഴാണ് ഞാൻ എന്നിലെ എൻ്റെ ഓരോ കഴിവുകളെയും ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഐ ആം ദ ബെസ്റ്റ്, ഐ ആം ബ്യൂട്ടിഫുൾ. എന്താണ്, അങ്ങനെ നമ്മുടെ കഴിവുകളെ നമ്മൾ സ്വയം പുകഴ്ത്തുക എന്ന് പറയുന്നല്ലേ, അത്രയേ ഉള്ളൂ കാര്യം. അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യുക? നമ്മളിങ്ങനെ അഫർമേഷനുകൾ ഉരുവിട്ടുകൊണ്ട്, അപ്പൊ അഫർമേഷൻ പറയുമ്പോൾ തന്നെ കണ്ണുകൾ അടച്ചാണല്ലോ ഇരിക്കുന്നത്, അത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുകയും കൂടെ ചെയ്യുക. ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ മനസ്സിൽ കാണുക, എന്റെ കഴിവുകളിൽ ഞാൻ വിശ്വാസമുള്ളവളാണ്, ഞാനിപ്പോ വളരെ കോൺഫിഡന്റ് ആണ്, എല്ലാവരും എന്നെ പ്രശംസിക്കുന്നു, എല്ലാവരുടെയും അംഗീകാരം എനിക്ക് കിട്ടുന്നു. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് അതൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ടൈം നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക. നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ആ മെഡിറ്റേഷൻ കഴിഞ്ഞ വഴിയെ, ദൈവമേ, എനിക്ക് ഇന്ന് എന്തൊക്കെയോ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള, ഇത്രയും ചെയ്തപ്പോൾ തന്നെ എനിക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ എനിക്ക് തോന്നുന്നു, എനിക്കിപ്പോ ഉള്ള കഴിവുകൾക്ക്, എനിക്കുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ നന്ദി പറയുക. ഇന്ന് എനിക്ക് ജീവിക്കാൻ ഈ ഭൂമിയിൽ അവസരം തന്നതിന് തന്നെ നന്ദി പറഞ്ഞു തുടങ്ങുക. ഇന്നത്തെ ദിവസം ഏറ്റവും മനോഹരമായിരിക്കുന്നതിന് നന്ദി ദൈവമേ. ഇങ്ങനെ നിങ്ങൾ നന്ദിയും കൂടെ പറഞ്ഞ് പോവുക. വേറെ ഒരു കാര്യവും ഈ 21 ഡേയ്സിലേക്ക് നിങ്ങൾ ചെയ്യാൻ പോകേണ്ടതില്ല. ഇതൊന്ന് റെഗുലർ ആവട്ടെ, ഇതൊരു ശീലമായി മാറട്ടെ. നമ്മുടെ ചിന്തകൾ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ശീലങ്ങളായി മാറും. ആ ശീലങ്ങൾ പ്രവൃത്തികളായി മാറും. ആ പ്രവൃത്തികൾ ഓരോരോ എനർജി ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ആ എനർജിയാണ് നമ്മളിലേക്ക് തിരിച്ച് അട്രാക്ട് ചെയ്യപ്പെടുക. അപ്പൊ ഒരു ശീലമാക്കാൻ അനുവദിക്കുക നിങ്ങളുടെ ചിന്തകളെ. ഓക്കെ, അപ്പൊ വേറെ ഒരു ടെക്നിക്കും നിങ്ങൾ തൽക്കാലം ഫോളോ ചെയ്യേണ്ട. എങ്ങനെയുള്ളവരാ? ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പൊ അതിനകത്ത് പറഞ്ഞതൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടും എനിക്ക് മാത്രം എന്താ വർക്ക് ആവില്ലാത്തതെന്ന് വിചാരിച്ച് വീണ്ടും നെഗറ്റീവിലേക്ക് പോവോ, വീണ്ടും വിഷമിക്കോ ഒന്നും ചെയ്യേണ്ടതില്ല. ഇത്ര മാത്രം ചെയ്യുക. രാത്രി ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ, അതുപോലെ രാവിലെ മെഡിറ്റേഷനും ഗ്രാറ്റിറ്റ്യൂഡും, ഇത്രയും മാത്രം. ആ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ആയിട്ട് എഴുതാം തുടക്കത്തിൽ, അതാണ് ഏറ്റവും നല്ലത്. ഇപ്പൊ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് വാക്കാണെന്ന് പറഞ്ഞു. അതുപോലെ പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ, നിങ്ങൾക്ക് രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ സബ്ലിമിനൽസ് ഒക്കെ ഇപ്പൊ യൂട്യൂബിലൊക്കെ ഉണ്ട്.
സബ്ലിമിനൽ എന്ന് കൊടുത്താൽ മതി, അത് കേട്ട് ഉറങ്ങുന്നത്. അതുപോലെ ഈ സബ്ലിമിനൽ എന്ന് പറയുമ്പോൾ ചെറിയൊരു സൗണ്ടിൽ ഇതൊക്കെയാണ്. ഇപ്പൊ ചെറിയൊരു അരുവിയുടെ സൗണ്ട് ആയിരിക്കാം ഇതൊക്കെ കേട്ട് ഉറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിനെ കൂളാക്കുന്ന കാര്യങ്ങൾ. അതുപോലെ നല്ല സുഗന്ധമുള്ള കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ കിടന്നുറങ്ങുന്ന റൂമിലൊക്കെയാണ് എങ്കിൽ നല്ല സ്മെല്ല് പ്രൊവൈഡ് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ വെക്കുകയാണെങ്കിൽ ആ സ്മെല്ലിന് നമ്മളെ ഹീൽ ചെയ്യാനായിട്ട് സാധിക്കും. സുഗന്ധത്തിന് നമ്മുടെ മനസ്സിനെ ഹീൽ ചെയ്യാൻ കഴിവുണ്ട്. ചില സൗണ്ടുകൾക്ക് നമ്മുടെ മനസ്സിനെ ഹീൽ ചെയ്യാനായിട്ട് കഴിവുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ട് ഉറങ്ങുക. രാവിലെ ആവുമ്പോൾ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്ത് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ബുക്കിൽ നിങ്ങൾ എഴുതി വെക്കുക. ഒരു ദിവസം നിങ്ങൾ 4 എണ്ണം അല്ലെങ്കിൽ 5 എണ്ണമാണ് എഴുതുന്നെങ്കിൽ അടുത്ത ദിവസം ഒരെണ്ണം കൂട്ടി എഴുതാൻ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കിയോളൂ, ഓട്ടോമാറ്റിക്കലി വരും. അങ്ങനെ 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 നിങ്ങൾക്ക് ഓരോ ദിവസവും അനുഗ്രഹങ്ങളുടെ എണ്ണം കൂടി 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 വരുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഇതൊരു 21 ഡേയ്സ് ഫോളോ ചെയ്ത് കഴിയുമ്പോൾ സ്വയം തോന്നും, എന്തോ ഒരു 2-3 ആഴ്ച മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ എനിക്ക് എന്തോ ഒരു മാറ്റം, എനിക്ക് പറയാനത് അറിയണില്ല, പക്ഷെ എന്തൊക്കെയോ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് എനിക്ക് തോന്നുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. അങ്ങനെ വരുമ്പോ നിങ്ങൾ പതിയെ ഓരോ പ്രാക്ടീസുകളായിട്ട് ചെയ്തു തുടങ്ങുക. കാരണം അന്നേരമാണ് നിങ്ങളുടെ എനർജി ലെവല് ആ ഒരു ലോയിൽ നിന്ന് ഹൈയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അതാണ് അതിന്റെ കാരണം. പിന്നെ നിങ്ങൾക്ക് നല്ല പച്ചപ്പുള്ള അല്ലെങ്കിൽ നല്ല പ്രകൃതിയുമായിട്ട് താതാത്മ്യം പ്രാപിക്കുക എന്ന് പറയും. മനസ്സൊക്കെ ഒന്ന് ഏറ്റവും നല്ലതാവാനായിട്ട് ഇടയ്ക്കൊക്കെ നിങ്ങൾ നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങളിലേക്ക് ഒരു യാത്രയൊക്കെ പോവുക. ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്ക്, ഫാമിലി എന്ന് പറയുമ്പോൾ അതിനകത്ത് മൊത്തം ബഹളമായിട്ട് എൻജോയ് ചെയ്ത് അങ്ങനെ പോകാനല്ല, നിങ്ങൾ ആ പ്രകൃതിയുമായിട്ട് ഇണങ്ങാൻ വേണ്ടിയിട്ടാണ് പോവാൻ പറയുന്നത്. അതുപോലെ നമ്മൾ പറയില്ലേ നഗ്നപാതരായിട്ട് നടക്കുക എന്ന് പറയും. പക്ഷെ അങ്ങനെയൊക്കെ നമുക്ക് നടക്കാൻ പറ്റിയ സ്ഥലവും കാര്യങ്ങളും കൂടി ആയിരിക്കണം. വൃത്തിഹീനമായിട്ടുള്ള സ്ഥലത്തൂടെ ചെരുപ്പിടാതെയൊക്കെ നടക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഭൂമിയുടെ എനർജിയും നമ്മുടെ ശരീരത്തിലെ എനർജിയും തമ്മിൽ അലൈൻ ചെയ്ത് നിൽക്കാനാണ് ചെരുപ്പില്ലാതെ നമ്മുടെ ഭൂമിയിലൂടെ നടക്കാനായിട്ട് പറയുന്നത്. അങ്ങനെയുള്ള സ്ഥലമാണെങ്കിൽ നിങ്ങൾ ചെരുപ്പ് ഊരി വെച്ചിട്ട് അതിലെ നടക്കുക. ഇതൊക്കെ നമ്മുടെ എനർജി ലെവലിനെ ഹൈ ആക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. എല്ലാവരോടും ഒരുപാട് ഹൃദയത്തിൽ നിന്നുള്ള നന്ദി, സന്തോഷം പറയുകയാണ് കേട്ടോ. നമ്മുടെ കൂട്ടായ്മ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നതിന്, ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നതിന് ഒക്കെ, കുടുംബത്തിന് വേണ്ടിയിട്ട്, ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതിന് ഒക്കെ ഒരുപാട് ഒരുപാട് എല്ലാവരോടും സന്തോഷം. താങ്ക് യു.